യേശുനാഥൻ്റെ വ്യക്തിപരമായ വിളിക്ക് പാത്രീഭവിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണ ആരംഭവും ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പുമാണ് ഇന്നത്തെ സുവിശേഷം. യേശുനാഥൻ്റെ സ്നാനത്തിനും ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ആരംഭത്തിനും ഇടയിലുള്ള സമയമാണ് സ്നാപകൻ്റെ മരണം. അത് ക്രിസ്തു സുവിശേഷത്തിന് വേണ്ടിയുള്ള രക്തസ്നാനം എന്നോണം പ്രാധാന്യം അർഹിക്കുന്നു. യേശുനാഥൻ പരസ്യജീവിതത്തിലേക്ക് സ്വന്തമായി കടന്നു വരുന്നത് സ്നാപകൻ്റെ സാക്ഷ്യത്തിലൂടെയാണ്. 3 പടികളായി നമുക്ക് ഈ ധ്യാനം കൊണ്ടുപോകാം. 1. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, ദൈവവുമായുള്ള അന്തരം മാറ്റി ദൈവത്തിലേക്ക് തിരിയുന്നതാണത്. ജീവിതത്തിൻ്റെ ഒരു മാറ്റം ആഗ്രഹിച്ച് ഒരു പരിപൂർണ തിരിച്ചുവരവ്. അത് എപ്പോഴും സ്നേഹിക്കുവാനും എപ്പോഴും ക്ഷമിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിലേക്കുള്ള ക്ഷണമാണ്. അത് അവൻ്റെ വാക്കും രാജ്യവും നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൈവ ഭവനം കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നതാണ്. 2. ദൈവവിളിയിലേക്കുള്ള സമ്പൂർണത. ദൈവവിളിയിലേക്കുള്ള സമ്പൂർണ്ണ വളർച്ചയും ത്യാഗവും നൽകലുമാണ് ക്രിസ്തു ജ്ഞാനസ്നാനവും നമ്മുടെ ആത്മീയ സമർപ്പണവും. കർത്താവ് വളരെ നിസ്സാരമായാണ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത്, എന്നാൽ വളരെ വലിയ ദൗത്യത്തിന് വേണ്ടിയും. കർത്താവ് പറഞ്ഞു, വരൂ, എന്നെ അനുഗമിക്കുക. അവർ അവനെ പിന്തുടർന്നു, സർവ്വതും ഉപേക്ഷിച്ച്. വളരെ ചെറിയ വാക്കുകളിൽ ദൈവരാജ്യ സുവിശേഷ ദൗത്യത്തിൻ്റെ സമ്പൂർണത കർത്താവ് പറയുന്നു. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിഷ്യന്മാർ ആയിരുന്ന സാഹചര്യങ്ങളിൽ അവൻ അവരുടെ അടുത്തെത്തി അവരെ തൻ്റെതാക്കുവാൻ ക്ഷണിക്കുകയാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് ക്രിസ്തുബോധ്യത്തിൽ നീ ജീവിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് വീണ്ടും വീണ്ടും ഈ വിളിയുടെ മന്ത്രം ഉച്ചരിക്കും, എന്നെ അനുഗമിക്കുക. ഞാൻ ക്രിസ്തുവിൻ്റേതല്ലാതെ ജീവിക്കുമ്പോൾ അവിടുന്ന് നമുക്കരികെ വന്ന് നമ്മെ തേടുന്ന ദൈവമാണ്. 3. ഒരു മെറ്റനോയ അനുഭവം. സുവിശേഷത്തിൽ ഒരു മെറ്റനോയ ജീവിത അനുഭവം, ഒരു സമൂലമാറ്റത്തിൻ്റെ വിളി അനുഭവമുണ്ട്. സമ്പൂർണ്ണ വിശ്വാസത്തോടെയുള്ള ത്യാഗവും സമർപ്പണവും അനുഗമിക്കലും. എവിടേക്ക് പോകുന്നു, എവിടേക്ക് പോകണം എന്ന അറിവില്ലാതെ ക്രിസ്തു പോകുന്നിടത്തേക്ക് അവർ ഇറങ്ങി നടക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം പൊതുവെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. 1. ആരാണ് ക്രിസ്തു? 2. യേശുവിൻ്റെ ശിഷ്യന്മാർ എങ്ങനെ ആയിരിക്കണം? ആദ്യ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നലത്തെ സുവിശേഷം. ദൈവത്തിൻ്റെ സുവിശേഷ ദൗത്യ പ്രഖ്യാപനവും ദൈവത്തിൻ്റെ സമ്പൂർണതയാണ് ക്രിസ്തു എന്ന സത്യം എന്ന ബോധ്യവും പ്രഖ്യാപനവുമാണ്. രണ്ടാമത്തേതിനുള്ള ഉത്തരത്തിൻ്റെ തുടക്കമാണ് ഇന്ന്. ആർക്കും യേശുവിൻ്റെ ശിഷ്യരാകാം, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തു വിളിയെ ബോധ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഇറങ്ങി നടക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആശ്രയം നീയല്ലാതാരുമില്ല, ആശ്വസിപ്പാൻ മറ്റൊരിടവുമില്ല. ആശ്രയം നീയല്ലാതാരുമില്ല, ആശ്വസിപ്പാൻ മറ്റൊരിടവുമില്ല. ആശയം നീ, പ്രത്യാശയും നീ, ആലംബമായെന്നും നീ
പ്രത്യാശ